നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം വേണോ? എന്റെ പെങ്ങളെ, സ്വർഗത്തിൽ അള്ളാഹു നിനക്കൊരു ഭവനം തരാമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. എത്രയോ സമയങ്ങൾ നമ്മൾ അങ്ങോട്ട് പോകുന്നവരാണ്, ഇങ്ങോട്ട് പോകുന്നവരാണ്, ആവശ്യമുള്ള സ്ഥലത്ത് പോകുന്നവരാണ്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകുന്നവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സ്വഹാബാ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സ്വഹാബത്തെ, സ്വഹാബാ വതബവഅത മിനൽ ജന്നതി മൻസിലാ. ആ കാര്യം നീ ചെയ്തു കഴിഞ്ഞാല്, ആ കാര്യം നീ ജീവിതത്തിനോട് ഒപ്പിയെടുത്താല് അള്ളാഹു നിനക്ക് സ്വർഗത്തിൽ ഒരു വീട് നൽകുകയാണ്. പെങ്ങളെ, ദുനിയാവില് സ്വന്തമായിട്ട് നമുക്ക് വീടുണ്ടാവൂല. ദുനിയാവില് സ്വന്തമായിട്ട് വീടില്ലാത്തതിന്റെ പേരിൽ നിന്റെ അയൽവാസികൾ നിന്നെ കളിയാക്കിയേക്കാം. ദുനിയാവില് സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തതിന്റെ പേരിൽ പലരും നിന്നെ ആക്ഷേപിച്ചേക്കാം. എന്റെ പെങ്ങളെ, മനസ്സിലാക്കണേ, ഇത് സ്വർഗത്തിന്റെ ഭവനമാണ്. സ്വർഗത്തിന്റെ ഒരു സെന്റിന്റെ സ്ഥലത്തിന്റെ വില എത്രയാണ് ഉമ്മാ? സഹോദരങ്ങളെ, മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ എത്രയോ പുരുഷന്മാരുണ്ട്. ഇവിടെ തുച്ഛം വരുന്നതായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ എത്രയോ അനുഗ്രഹം ചെയ്തവരാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബാ, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ഭവനം വേണോ? സ്വർഗത്തിൽ ഒരു വീട് വേണോ? പൊന്നുമോനെ, നിനക്ക് ദുനിയാവില് വീടില്ലാതിരിക്കാം, നിനക്ക് ദുനിയാവില് വീടില്ലാതിരിക്കാം. വീടുണ്ടാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. വാടക കൊടുക്കാതെ കയറി കിടക്കുവാൻ ഒരു ഭവനം നൽകണേ അല്ലാ. ഇത് നമ്മുടെ ദുആയിൽ പെട്ടതാണ്. ഹബീബായ പ്രവാചകൻ പറയുകയാണ്, മന്നാദ മരീളാ ഔ സാറ അഖല്ലഹു ഫില്ലാഹ്. പൊന്നുമോനെ, ഒരു രോഗിയെ നീ കാണാൻ പോയി. നിന്റെ നാട്ടിൽ ഒരാള് രോഗം ബാധിച്ച് കിടക്കുകയാണ്, നിന്റെ സഹോദരങ്ങളിൽ ആരെങ്കിലും രോഗം ബാധിച്ച് കിടക്കുകയാണ്. ഒഴിവ് സമയം പോലെ നീ ആ രോഗിയെ കാണാൻ വേണ്ടി പോയി. ആ രോഗ സന്ദർശനത്തിൽ നീ ഒരു സമയം മാറ്റിവെച്ചു. അല്ലെങ്കിലോ നിന്റെ മുസ്ലിമായ സഹോദരനെ കാണാൻ വേണ്ടി നീ ഒന്ന് വെറുതെ പോയി. സുഖന്വേഷണങ്ങൾ തിരക്കാൻ വേണ്ടി പോയി. പൊന്നുമോനെ, എന്റെ പെങ്ങളെ, അസൂയ പറയാനല്ല പോയത്, പരദൂഷണം പറയാനല്ല പോയത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല പോയത്, പ്രതിബദ്ധങ്ങൾ ഉണ്ടാക്കാനല്ല നിങ്ങൾ പോയത്. നിങ്ങൾ പരസ്പരമുള്ള അയൽവാസികളുടെ വീട്ടിലോട്ട് പോകുന്നത് നല്ല കാര്യം പറയാനാണ്. കഴിഞ്ഞയാഴ്ച പറഞ്ഞുവല്ലോ, ഉമ്മു ജമീല എന്ന് പറയുന്നതായ പെണ്ണിന്റെ ജോലി എന്ന് പറയുന്നത് ഫിത്ന പറയലായിരുന്നു. അവൾക്കാണ് നാശം, അവൾക്കാണ് നാശമേ നാശം. എന്നാൽ ശ്രദ്ധിച്ചോ പെങ്ങളെ, നീ നന്മ പറയാൻ വേണ്ടി, നീ ബന്ധത്തെ ഊഷ്മളമാക്കാൻ വേണ്ടി, ബന്ധത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടി, ബന്ധത്തെ ചേർക്കുവാൻ വേണ്ടി, നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി നീ പരസ്പരം അയൽവാസികളുടെ വീട്ടിലോട്ട് കടന്നു പോയാൽ, നിന്റെ ആരെങ്കിലും അസുഖം ബാധിച്ച് കിടന്നു, ആ രോഗിയെ കാണാൻ വേണ്ടി പോയി. പെങ്ങളെ, ആ രോഗിയെ കാണാൻ വേണ്ടിയാണ് നീ പോയത്, അല്ലെങ്കിൽ രോഗമൊന്നുമില്ല, വെറുതെയാണ് പോയത്. ശ്രദ്ധിക്കണേ ഉമ്മാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ വതബവഅത മിനൽ ജന്നതി മൻസിലാ. സ്വർഗ്ഗത്തിൽ അല്ലാഹു നിനക്കൊരു ഭവനം ഒരുക്കുകയാണ്. പെങ്ങളെ, സ്വർഗ്ഗത്തിലാണ് നിനക്ക് അല്ലാഹു വീടൊരുക്കുന്നതെന്ന് ആദരവാ